നാളെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചോളം നാളെ 27-ാം രാവാണ്. നമുക്കത് നല്ല പവിത്രതയുള്ള രാവാണ്. എമ്പുരാന്റെ സംവിധായകനെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അദ്ദേഹത്തിന് മാർച്ച് 27. നമ്മൾ ഇപ്പോഴേ കിടന്ന് നാളെ എമ്പുരാൻ റിലീസാകണേനെ പറഞ്ഞ് നമ്മളതിനെ ആളെ കൂട്ടി കൊടുക്കേണ്ട കാര്യം എന്താണ്? വേറെ ഒരു ജോലിയില്ല നമുക്ക്. അവരെ സംബന്ധിച്ചോളം നാളെ മാർച്ച് 27. നമ്മളെ സംബന്ധിച്ചോളം നാളെ ലൈലത്തുൽ ഖദറാണ്. നമ്മൾ ഇപ്പോഴേ നമ്മുടെ സ്റ്റേജുകളും നമ്മുടെ മൈക്കുകളും നമ്മുടെ ഓൺലൈനുകളിലും ആരും എമ്പുരാൻ കാണാൻ പോവരുത്. എന്തിനാണ്? നമുക്ക് ലൈലത്തുൽ ഖദർ പറഞ്ഞു കൊടുക്കലല്ലേ നമ്മുടെ ജോലി. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ സമയമില്ല. മമ്മൂട്ടി തൗബ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം. അവനാൻ ഇതേവരെ 27-ാം രാവ് തീർന്നിട്ട് അവനാന്റെ തൗബ ഇതുവരെ നടന്നിട്ടില്ല. മമ്മൂട്ടി തൗബ ചെയ്യണോ? മമ്മൂട്ടിയുടെ തൗബയുടെ ആവശ്യമുണ്ടോ? വാർദ്ധക്യ ജരാന്തരകൾ ബാധിച്ചിട്ട് കൃത്യമായി കണക്കുകൂട്ടുകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിന് അങ്ങേറ്റത്തിരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതിന് മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ എത്തിക്കുക. അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി. നമ്മളെ സംബന്ധിച്ചോളം അതൊരു വിഷയമേ അല്ലല്ലോ. അത് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ലല്ലോ. നമുക്ക് നമ്മുടെ തൗബയെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. മറ്റൊരാൾ തൗബ ചെയ്യണോ വേണ്ടയോ, അതാണ് ഇപ്പൊ റമദാനിലെ ഏറ്റവും വലിയ ചർച്ച. ഇപ്പൊ എന്റെ വീട്ടില് ജോലിക്ക് വരുന്ന പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുണ്ട്. അവര് റമദാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട്, അല്ലോ ഉസ്താദിന് നീ നന്മ വരുത്തണേ. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ്, ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി. ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പലനടയിൽ പോലും പ്രാർത്ഥിച്ചാൽ ഞാനതെല്ലാം തൗബ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ. ഞങ്ങളുടെയൊക്കെ നാടങ്ങനെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. അവര് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവര് പോയി നമ്മൾ പറഞ്ഞു വിട്ടൊന്നുമല്ലല്ലോ. ഇതൊക്കെയുള്ള ചർച്ചകളിൽ സമയം കളയുക എന്നതാണ് നമ്മുടെ പുതിയ രീതി. അത് പിന്നെ ഏറ്റുപിടിക്കാൻ ചാനലുകളും അവരെന്തെങ്കിലും ഒരു വിഭവം കാത്തിരിക്കാൻ, ഈ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ ഇരയെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അവരെ അവരവരുടെ വഴികൾക്ക് വിടൂ. ഇവിടെ സംബന്ധിച്ചോളം നമ്മൾ ഇതുവരെ തൗബ ചെയ്ത ഖാലിസായി. എന്റെ ഒരു അഭിപ്രായത്തിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ തൗബ ചെയ്യണം നമ്മളാണ്. അദ്ദേഹം തൗബ ചെയ്യൂല്ല. അദ്ദേഹം രോഗാതുരനായി കിടന്നപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുന്നു. അതാണ് ഇപ്പൊ കേരളത്തിലെ വിഷയം. അവരവരുടെ കാര്യത്തെ കുറിച്ചല്ലേ നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത്. നമ്മുടെ അവസാനം എങ്ങനെ, എന്റെ ആക്കിപത്ത് എങ്ങനെ, അവനവനെ കുറിച്ചല്ലേ നമ്മുടെ ചർച്ച. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയൻ. ആ വിഷയങ്ങളിലേക്ക് നമ്മുടെ വിഷയം പറയാനുള്ള സമയം നമുക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ് മദ്യം നിരോധിച്ചതെന്ന് ചോദിച്ചാൽ മദ്യത്തിന് പറയുന്ന പേര് ഖംറ് എന്നാണ്. ഖംറ് എന്ന് പറഞ്ഞാൽ, ഖമറ എന്ന് പറഞ്ഞാൽ സത്തറ, മറച്ചു കളയുന്നു എന്ന അർത്ഥമാണ്. എന്തിനെയാണ് മറച്ചു കളയുന്നത്? ഈ പാനീയം ബുദ്ധിയെ മറയ്ക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞത് വേണ്ട വേണ്ട, ഇത് കഴിച്ചാൽ പിന്നെ ബുദ്ധിയെ മറച്ചു പോകും. മനുഷ്യ അതിന്റെ ബുദ്ധി എന്തിനു വേണ്ടിയാണ്? ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ നിന്നെ ഈ ലോകത്ത് എന്റെ പ്രതിനിധിയായി പറഞ്ഞു വിട്ടതാണ്. അള്ളാഹുവിന്റെ ഖിലാഫത്ത് എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കേണ്ടത് മനുഷ്യനാണ്. ആ ഖിലാഫത്ത് നിർവഹിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുദ്ധിയാണ്. ഏതിനാണോ പടച്ചവൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്, ആ ഖിലാഫത്തിനെ നിർവഹിക്കാനുള്ള ബുദ്ധിയെ മറച്ചു കളയുന്നത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. ഖംറിനെ അള്ളാഹു നിരോധിച്ചു കളഞ്ഞത്. ഈ ലഹരിക്ക് മലയാള ഭാഷയിൽ ധാരാളം വാക്കുകളുണ്ട്, ഇംഗ്ലീഷിൽ വാക്കുകളുണ്ട്. പക്ഷേ ബുദ്ധിയെ മറക്കുന്നു എന്ന അർത്ഥം വരുന്ന ഖംറ് എന്ന പദം പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനാണ്. അതിനേക്കാൾ മനോഹരമായൊരു വാക്കു വരാനില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി. അതുകൊണ്ടാണ് ബുദ്ധിയെ മറച്ചു കളയുന്ന മദ്യം നമുക്ക് വേണ്ട. അത് കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മറന്നു പോകും. പിന്നെ ഉമ്മയുടെ നേരെ കൈകൾ ഉയരും, പെങ്ങളെ മാന
മാരണമംഗം ചെയ്യാൻ തോന്നും. കേരളത്തിന്റെ ഒരമ്മ വിറച്ചുകൊണ്ട് പറഞ്ഞു, ലഹരിക്കടിമയായ മകന് പാതിരാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടുമ്പോ എനിക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പേടിയാണേ. അവൻ എന്നെ നോക്കുന്നത് ഉമ്മയെന്ന അമ്മയെന്ന വികാരത്തെ വിട്ട് അവൻ എന്റെ ശരീരത്തിലേക്ക് തുറിച്ചു നോക്കുമ്പോ എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് പാതിരാ സമയത്ത് വാതിൽ മുട്ടിയ മകന്റെ മുമ്പിൽ മാറിടത്തിലേക്ക് തുണി പിടിച്ചു മാറ്റിയിടേണ്ടി വരുന്ന അമ്മമാരുടെ കാലത്ത് ഈ ലഹരിയാണ് എന്റെ മകനെ ചതിച്ചതെന്ന് സഹോദരിമാരോടൊത്ത് കിടപ്പറ പങ്കിടുന്ന ഒരു കാലത്ത് പാതിരാത്രിയിൽ തന്റെ കൂടപ്പിറപ്പിന് തന്റെ കിടപ്പറയിലോട്ട് വിളിക്കുന്ന സഹോദരങ്ങളുടെ കാലത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ അടുത്ത സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ തിരക്കഥ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ കുറിച്ചാണ്. ആ സിനിമയുടെ ഇതിവൃത്തം തന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ നമ്മുടെ മക്കളിത് പോയി കണ്ടുപോയാൽ, അവരാ ഇതിവൃത്തത്തെ പഠിച്ചു പോയാൽ, പവിത്രമെന്ന് കരുതുന്ന കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കുന്ന തിരക്കഥകൾ മലയാള മണ്ണിൽ ഇങ്ങനെ കടന്നു പോകുമ്പോ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ മഹത്വവൽക്കരിക്കുന്ന തിരക്കഥകൾ അപ്രപാളികളിൽ തളർത്താടുമ്പോ ഈ വലിയ ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് മാറ്റി നിർത്തണ്ടേ, നമ്മുടെ തലമുറയെ നമ്മൾ അകറ്റി നിർത്തണ്ടേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലേക്ക് കടന്നു പോകുമ്പോ ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജത്താണ് ഹജ്ജത്തുൽ വിദാ. ആദ്യവും അവസാനവുമായി മഹോന്നതമായ ഒരു കർമ്മം നിർവഹിക്കാൻ ഹബീബായ നബി തങ്ങൾ ഹജ്ജത്തുൽ വിദായിലെത്തുമ്പോ 1,30,000 വരുന്ന സഹാബത്തുകൾ കൂടെയുണ്ട്. കസ്വ എന്ന ഒട്ടകപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് പോകുമ്പോ ഹബീബായ നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ പുറകെ മഹാനായ ഫുദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന കൊച്ചു ചെറുപ്പക്കാരൻ കൂടെയുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോന്, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോന്. മഹാനവറുകൾക്ക് 3 മക്കളാണ്. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 2 ഫുദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 3 ഉസൈം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഉസൈം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അങ്ങകല ഉസ്ബെക്കിസ്ഥാനിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഒരു യാത്ര പ്ലാൻ ഇടുന്നുണ്ട്. വരുന്നവര് വന്നോളൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഫുദൈൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ഒട്ടകത്തിന്റെ പുറകിലുണ്ട്. ഒട്ടേറെ ജിഹാദുകൾക്ക് സാക്ഷ്യം വഹിച്ച അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഓടിത്തളർന്ന കസ്വ എന്ന ചരിത്ര ഒട്ടകത്തിന്റെ പുറകിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് നിർവഹിക്കുമ്പോ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ഹജ്ജാണെന്ന് സഹാബത്തിന് അറിയുക പോലുമില്ല. ആ തിരക്കിലൂടെ നടന്നു പോകുമ്പോ സഹാബത്ത് വന്ന് ഓരോരുത്തരും വന്ന് ഹജ്ജിന്റെ സംശയം ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അവര് ഹജ്ജ് ചെയ്യുകയാണല്ലോ. യാ റസൂലല്ലാഹ്, എനിക്ക് ജംറയിൽ എറിയാൻ കഴിഞ്ഞില്ല നബിയേ, എന്താണ് പരിഹാരം? ഹബീബ് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. അടുത്തയാൾ ചോദിക്കുന്നു, നബിയേ എന്റെ തവാഫ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി, ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ ഹജ്ജിന് 1,30,000 പരം വരുന്ന ആളുകൾക്ക് സംശയത്തിന് മറുപടി പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ കസ്വ എന്ന ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സംശയ നിവാരണം നടത്തവേ പുറകിലെ ചെറുപ്പക്കാരനായ ഫുദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ് വന്ന് കസ്വ എന്ന ഒട്ടകത്തിന്റെ വലതുഭാഗത്ത് നിന്ന് ഹബീബായ നബി തങ്ങളോടൊരു സംശയം ചോദിച്ചു. അത്രേ എന്റെ വാപ്പയെ കുറിച്ചാണ് സംശയം. യാ റസൂലല്ലാഹ്, നബിയേ
എന്റെ വാപ്പ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി അടുത്ത വർഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ യാ റസൂലല്ലാഹ്? അതേ പെണ്ണെ, നിനക്കങ്ങനെ ചെയ്യാമെന്ന് അല്ലാഹുവിന്റെ റസൂല് വലതുഭാഗത്ത് നിൽക്കുന്ന പെണ്ണിനോട് മറുപടി പറഞ്ഞ്, ഓരോ ഉപ്പയും ഉമ്മയും ശ്രദ്ധിച്ചു കേട്ടോളൂ, ലഹരിക്കെതിരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് പറയണമെന്ന് സംഘാടകർ ഓർമ്മിച്ചത് കൊണ്ട് സമയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തത് പറയുകയാണ്. ആ സുന്ദരിയായ ചെറുപ്പക്കാരി ഒട്ടകത്തിന്റെ വലതുഭാഗത്ത് വെച്ചത് ചോദിക്കുമ്പോ പുറകിലിരിക്കുന്ന ഫുളൈൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ മുഖം പിടിച്ച് ഇടത്തോട്ട് തിരിച്ചു വെച്ചുവത്രേ. ആ പൊന്നുമോന്റെ പുറകിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖം പിടിച്ച് വലതുഭാഗത്തെ പെണ്ണിൽ നിന്ന് ഇടത്തോട്ട് തിരിച്ചു വെച്ചുവത്രേ. മോനെ ഫുളൈൽ ബിൻ അബ്ബാസേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് റിസാലത്തിന്റെ കൈ കൊണ്ട് മുഖം ഇങ്ങനെ തിരിച്ചു വെച്ചു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഫുളൈൽ ബിൻ അബ്ബാസ് എന്ന ആ പൊന്നുമോന്റെ മുഖം പിടിച്ച് തിരിച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ഇന്നി റഅയ്തു ശാബൻ വശാബാ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു യുവാവും ഒരു യുവതിയുമാണ്. ഒട്ടകപ്പുറത്തൊരു യുവാവിരിക്കുന്നുണ്ട്, വലതുഭാഗത്തൊരു സുന്ദരി പെണ്ണിരിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരുടെയും ഇടയിലേക്ക് പിശാച് കടന്നു വരുന്നത് കൊണ്ടാണ് എന്റെ ഫുളൈൽ ബിൻ അബ്ബാസിന്റെ മുഖം പിടിച്ച് ഞാൻ ഇടത്തോട്ട് തിരിച്ചതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഒട്ടകപ്പുറത്ത് നടക്കുന്ന നമ്മുടെ മക്കളുടെ മുഖത്ത് പിടിച്ചിട്ട് ഇടത്തോട്ട് തിരിച്ചു വെക്കാണ്. നമ്മുടെ മക്കൾ കാണുന്നത് മുഴുവനും ഹറാമാണ്. കണ്ണ് തുറക്കുന്നത് ഹറാമിലേക്കാണ്, കണ്ണടയ്ക്കുന്നത് ഹറാമ് കണ്ടിട്ടാണ്, ചെവി തിരിക്കുന്നത് ഹറാമിലേക്കാണ് എന്നാണ് ഉമ്മമാര് സ്വന്തം മക്കളുടെ കവിളിൽ പിടിച്ചിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്. ലഹരിക്കെതിരെ, അശ്ലീലതകൾക്കെതിരെ, അനാവശ്യങ്ങൾക്കെതിരെ, അനാശാസ്യങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അശ്ലീലതകൾക്കെതിരെ നമ്മുടെ മക്കളുടെ മുഖത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം, പിടിച്ചു തിരിച്ചു വെക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വേണ്ട വേണ്ട, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.